കോഴിക്കോട്ടേക്കാണ്. ജയലക്ഷ്മി സിൽക്സ് തീപിടുത്തത്തിൽ തീ പടർന്നത് 3-ാം നിലയിൽ നിന്നെന്ന് കണ്ടെത്തൽ. ഫയർഫോഴ്സ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ. ഈ ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് നിലവിൽ അതൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ പ്രാഥമികമായി ഫയർഫോഴ്സിന്റെ ഒരു പരിശോധന നടന്നു. ആ പരിശോധനയിലാണ് 3-ാം നിലയിൽ നിന്നാണ് തീ പടർന്നത് എന്നതാണ് പ്രാഥമികമായി കിട്ടിയ വിവരം. ഫോറൻസിക് പരിശോധന ഫലം ഫോറൻസിക് സംഘം ഇന്ന് അവിടെ പരിശോധന നടത്തും. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇത് ഷോർട്ട് സർക്യൂട്ട് ആണോ ഇല്ലയോ എന്ന് വ്യക്തത വരുത്താൻ കഴിയുള്ളൂ. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2023-ലും സമാനമായ സ്ഥലത്ത് തന്നെയായിരുന്നു അന്നും തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ പരിശോധനകൾ നടത്താൻ തന്നെയാണ് ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ ഫോറൻസിക് സംഘത്തിന്റെയും തീരുമാനം. ഇന്ന് ഈ ഫോറൻസിക് സംഘം അവിടെ വിശദമായി തന്നെ പരിശോധന നടത്തും. ഇത് മാത്രമല്ല, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ അപകട കാരണത്തിന്റെ സംബന്ധിച്ചുള്ള കാരണം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഷോർട്ട് സർക്യൂട്ട് ആണോ ഇല്ലയോ എന്നുള്ള കാരണം വ്യക്തമാകുകയുള്ളൂ. ഏതായാലും വലിയ തലത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് ഇന്ന് ജയലക്ഷ്മി സിൽസിൽ നടക്കുന്നത്. നമുക്കറിയാം, ഈ തീപിടുത്തത്തിൽ 3ഉം 4ഉം കെട്ടിടം പൂർണ്ണമായും തന്നെയും അവിടെ കത്തി നശിച്ചിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമൊക്കെ വന്നിരുന്നു. 2023-ലും സമാനമായ സ്ഥലത്ത് തന്നെയാണ് അന്നും തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഫോറൻസിക് സംഘം വിശദമായി തന്നെ ഇവിടെ പരിശോധന നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് സംഘം നടത്തിയ പരിശോധനയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിന്റെ റിപ്പോർട്ട് നിലവിൽ കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങളൊന്നും തന്നെയും പുറത്തു വന്നിട്ടില്ല. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ 3-ാം നിലയിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്ന് മാത്രമാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, അമിതമായി സ്റ്റോക്ക് ഒരുപാട് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റമദാൻ കാലയളവാണ്, പെരുന്നാൾ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഒരുപാട് അവിടെ കൂട്ടിവെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഇത് തീപിടുത്തം അതിൻ്റെ ആഴം കൂടാനുള്ള കാരണമായി പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഫോറൻസിക് സംഘത്തിൻ്റെയും ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും എന്താണ് ഈ തീപിടുത്തം സംബന്ധിച്ചുള്ള കാരണമെന്ന് വ്യക്തമാക്കുകയുള്ളൂ. ലക്ഷ്മി പ്രവിത.